നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. മഴക്കെടുതിയിൽ 5 മരണം. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട്, 4 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. നാളെ വയനാട്, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. മഴ കുറഞ്ഞിട്ടും അപ്പർ കുട്ടനാട് വെള്ളത്തിനടിയിൽ. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന വിമർശനങ്ങൾക്കിടെ പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച മുഖ്യമന്ത്രി. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകുമെന്ന് വി.ഡി. സതീശൻ. വീടുകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ ധനസഹായം. പത്തനംതിട്ടയിൽ ഏറ്റവും മികച്ച സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്രയിൽ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്ന് മന്ത്രി. പ്രതിഷേധവുമായി CPM-ഉം BJP-യും. വിവാദമായതോടെ സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന വിശദീകരണവുമായി മന്ത്രി. തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നടപടി മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ. അറസ്റ്റിൽ DMK-യുടെ പ്രതിഷേധം. പരാമർശത്തിൽ TVK-യുടെയും പ്രതിഷേധം. താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധി. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിൽ പാർലമെന്റ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് നിലപാട്. പാർലമെന്റിന് പുറത്തും പ്രതിഷേധം. ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. എത്തനോൾ പെട്രോളിനെതിരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി ആം ആദ്മി പാർട്ടി. ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം കൊളംബോയിൽ. 2 ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്ക് മുമ്പായി ശ്രീലങ്കൻ 11-നുമായി 3 ദിവസത്തെ സന്നാഹ മത്സരം കളിക്കും. ആദ്യ ടെസ്റ്റ് ഓഗസ്റ്റ് 15 മുതൽ. പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. റാന്നി, ആറന്മുള, തിരുവല്ല, പന്തളം എന്നീ പ്രദേശങ്ങൾ സന്ദർശിച്ച അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുമായി സംസാരിച്ചു. എല്ലാ വർഷവും പ്രളയം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം നദികളിലെ എക്കലും ചെളിയും എത്രയും വേഗം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. അപ്രതീക്ഷിത പ്രളയത്തിൽ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദുരന്ത സാഹചര്യം വിലയിരുത്താൻ ജനപ്രതിനിധികളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും സംവദിച്ച ശേഷമാണ് വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ആറന്മുള, റാന്നി, തിരുവല്ല, പന്തളം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. റാന്നിയിൽ ദുരിതബാധിതരായ ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച അദ്ദേഹം അവരുടെ പരാതികളും നിർദ്ദേശങ്ങളും കേട്ടറിഞ്ഞു. ജില്ലയിൽ നിലവിൽ 133 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6000-ഓളം ആളുകളാണ് കഴിയുന്നത്. ക്യാമ്പുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുക വേണമെങ്കിലും വിനിയോഗിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2018-ലെ പ്രളയത്തിനു ശേഷം നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വിമർശിച്ച അദ്ദേഹം നദികളിലെ എക്കൽ നീക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. എല്ലാ വർഷവും പ്രളയം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം നടപ്പിലാക്കുമെന്നും അതിൻ്റെ ആദ്യ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രളയബാധിത മേഖലകളിൽ സമയബന്ധിതമായി ഇടപെടാൻ കഴിഞ്ഞതായും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപനം ശക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ വ്യാഴാഴ്ച വരെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയല്ലേ മുന്നറിയിപ്പ്? തീർച്ചയായും അവളി, ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നാണ് മുന്നറിയിപ്പ് വീണ്ടുമുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. റെഡ് അലർട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് തുടരുന്നത്. അതേസമയത്ത് ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ
ഓറഞ്ച് അലർട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കും എന്ന കാര്യവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ എന്നാൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തിനായാലും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. ആ തുടരുന്ന മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റെഡ് അലർട്ടിലേക്ക് പോയിരിക്കുന്നതും. ഒപ്പം മറ്റു ജില്ലകൾ അതനുസരിച്ച് ഓറഞ്ച് അലർട്ടിലാണ് നിലവിലുള്ളത്. വയനാട് ജില്ലയിൽ ഇതിനോടകം തന്നെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം അത് ഇപ്പോഴും തുടരുകയാണ് പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർ ക്യാമ്പുകളിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ അധികൃതരുടെ നിർദ്ദേശം കർശനമായി പാലിക്കുകയും വേണം. ക്യാമ്പുകളിലേക്ക് മാറാൻ പറഞ്ഞിട്ടുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും യാത്ര പല സ്ഥലങ്ങളിലേക്കും പല മലയോര മേഖലകളിലേക്കും യാത്രകൾ നിരോധിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ കഴിവതും ശ്രമിക്കണം എന്ന നിർദ്ദേശം കൂടി ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന ആവശ്യമാണ് റവന്യൂ വകുപ്പ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുകയും ചെയ്യും. ഈ നേരത്തെ സൂചിപ്പിച്ച ജില്ലകളിൽ റെഡ് അലർട്ടിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും ഒരുപക്ഷെ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളും റെഡ് അലർട്ടിന് സമാനമായ മഴയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ശരി, സംസ്ഥാനത്ത് 8 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴയുണ്ടാകും. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ കോട്ടയം ജില്ലയിൽ ആശങ്ക. ഏതാനും മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഉച്ചയോടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ വീണ്ടും ശക്തമായി. അതോടൊപ്പം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. NDRFും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനവുമായി സജീവമായി രംഗത്തുണ്ട്. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ ഏതാനും മണിക്കൂറുകൾ മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. എന്നാൽ ഉച്ചയോടെ വീണ്ടും സ്ഥിതിഗതികൾ മാറി. കിഴക്ക് പടിഞ്ഞാറ് വ്യത്യാസമില്ലാതെ കനത്ത മഴ പെയ്തതിനൊപ്പം റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ഇതോടെ ആശങ്ക കൂടുതൽ ശക്തമായി. പാലാ മേഖലയിൽ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. എന്നാൽ പേരൂർ, നീലിമംഗലം, നാഗമ്പടം, കോടിമത, തിരുവാർപ്പ്, കുമരകം തുടങ്ങിയ മേഖലകളിൽ വൈകുന്നേരവും ജലനിരപ്പ് അപകടകരമായ നിലയിൽ തുടരുകയാണ്. ജലനിരപ്പ് കൂടിയെന്നോ കുറയെന്നോ പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഒരു 2 ഇഞ്ചോളം ഇന്ന് രാവിലെ താന്നെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ മഴ വരുന്ന കാരണം വീണ്ടും വെള്ളം വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ നിന്നാൽ അത് ചീത്തയായിട്ടാണ് ഞങ്ങളുടെ അനുഭവം ഇതുവരെ ഉള്ളത്. നേരത്തെ വന്ന റൂട്ടിൽ കൂടെ അല്ല ഇപ്രാവശ്യം വെള്ളം വന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്തു വെക്കാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന വെള്ളം എത്തിയിട്ടില്ല. ഒരടി വെള്ളം കൂടെ വന്നു കഴിഞ്ഞാൽ 2018 ഒപ്പം വെള്ളം എത്തും. ഫയർഫോഴ്സും NDRFും ഇന്നും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. വീടുകളിൽ കഴിഞ്ഞിരുന്ന രോഗികളെയും പ്രായമായവരെയുമാണ് സേനകളുടെ സഹായത്തോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. 5-6 പേര് നമ്മളിപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്മളിപ്പോൾ തന്നെ പോയി എടുക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു ശകലം വെള്ളം കൂടുതലുണ്ട്. എന്നിരുന്നാലും നമ്മൾ പാലാ ഭാഗത്തൊക്കെ വെള്ളം മഴ കൂടുവാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നിലവിൽ ഇവിടെ ഉള്ള വീട്ടുകാരെ ഇന്നലെ തന്നെ മുഴുവൻ ആൾക്കാർ കയറിയിട്ടുണ്ട്. പിന്നെ 2 നേരം താമസിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ രാവിലെ വിളിച്ചിട്ടുണ്ട്. അവരെ രാവിലെ തന്നെ നമ്മൾ സേവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലോക്കലായിട്ട് നമ്മുടെ ആൾക്കാരുകളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവരോടൊക്കെ തന്നെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ നമ്മൾ നേരിട്ട് നമ്മൾ കൺട്രോൾ റൂം വഴി വിളിച്ച് പറഞ്ഞ് നമ്മളെ അറിയിക്കുന്നുണ്ട്. അവരെ നമ്മളെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറാൻ തയ്യാറാകാത്തവർ ഇനിയുമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിന് താലൂക്ക് കേന്ദ്രങ്ങളിലെ കൺട്രോൾ റൂമുകളുമായി ജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ജലവിനോദങ്ങൾക്ക് താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണർകാട് പഞ്ചായത്തിലെ അർത്തൂട്ടയിൽ ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. ജില്ലയിൽ മഴക്കെടുതികൾ മൂലമുള്ള നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് ശേഖരിച്ചു വരുന്നതായും ജില്ലാ കളക്ടർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നീക്കവുമായി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമെന്ന് അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 163 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള പദ്ധതിയാണ് ലക്ഷ്യം. പാരിസ്ഥിതിക വനം അനുമതിയിൽ ഉൾപ്പെടെ തടസ്സമില്ലെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. കേരളത്തിലെ വൈദ്യുതി കൂടുതൽ ഉത്പാദിപ്പിക്കേണ്ടതൊരാവശ്യമാണ്. അതിൽ എന്തെല്ലാമാണ് മാർഗങ്ങളെന്ന് പരിശോധിക്കേണ്ടതാണ്. വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ ഒറ്റയ്ക്ക് അഭിപ്രായം പറയേണ്ട. ഗവൺമെന്റ് ആലോചിക്കണം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആലോചിക്കണം, മാധ്യമങ്ങൾക്കും അതിൽ വലിയ പങ്കുണ്ട്. ഉത്പാദനത്തിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. സോളാറിനെ ആശ്രയിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സോളാർ നമുക്ക് സ്റ്റോറേജ് ഇല്ല, സംവിധാനമില്ല. അതിലേക്കും കൂടി
കാരണം ഇപ്രാവശ്യത്തെ പ്രയാസം അതിരൂക്ഷമെന്ന് ഞാൻ പറയുന്നില്ല, പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത് മറികടക്കുന്നതിന് ഒരു വലിയ ചിന്ത ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ആവശ്യമാണ്. എങ്ങനെയാണ് പരാതി പറയുന്നതിന് പകരം അല്ലെങ്കിൽ അതിനോടൊപ്പം പരിഹാര നിർദ്ദേശങ്ങളും ആലോചിക്കാൻ എല്ലാവരും തയ്യാറാണ്. മനസ്സിലായി. സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി പാലക്കാട് പറഞ്ഞു. എന്നാൽ താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും സ്ത്രീകളുടെ ദരിദ്രാവസ്ഥ പറയുകയാണുണ്ടായതെന്നും മന്ത്രി വിശദീകരിച്ചു. അതേസമയം പരാമർശത്തിനെതിരെ പ്രതിപക്ഷ വനിതാ സംഘടനകൾ രംഗത്തെത്തി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പാലക്കാട് നടന്ന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് ഗതാഗത മന്ത്രി വിവാദ പ്രസ്താവന നടത്തിയത്. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. പരാമർശം വിവാദമായതോടെ മന്ത്രിക്കെതിരെ വനിതാ സംഘടനകൾ രംഗത്തെത്തി. സ്ത്രീകൾ തള്ളിക്കയറി ബസ്സിൽ യാത്ര ചെയ്യുന്നു, സ്ത്രീകൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നു. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. പ്രിയദർശിനി ബസ്സുകൾ സ്ത്രീകളാരും ഇവരുടെ ഒന്നും പുറകെ പോയി യാചിച്ചു വാങ്ങിയിരിക്കുന്ന ഒരു ഔദാര്യമല്ല. ഇതേ സ്ത്രീകളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിലേറിയതിനു ശേഷം സ്ത്രീകൾ മുഴുവനായിട്ട് തള്ളി പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശം എന്ന പേരിൽ വിഷയം കത്തിക്കയറിയതോടെ വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തി. കേരളത്തിലെ സ്ത്രീകളുടെ ദരിദ്രാവസ്ഥയാണ് പറഞ്ഞത്. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തണമെന്നാണ് പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇനി പ്രസംഗിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ വരാതെ സൂക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരു 35-40% ആളുകൾ അതീവ ദുഃഖം, ഈ സാമ്പത്തികമായിട്ടുള്ള ഡിപ്രൈവേഷൻ, ഇല്ലായ്മകളുള്ളവരാണ്. അവരതിനെ മറികടക്കാൻ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങളിൽ ഒരു ഗൗരവമായ ഇടപെടലായിരുന്നു പ്രിയദർശിനി. തള്ളിക്കള്ളെന്നുള്ള വാക്കിന് ഇനി ഉപയോഗിക്കാതിരിക്കാം. ഞാൻ തെറ്റായ പരാമർശവും നടത്തിയിട്ടില്ല. എൻ്റെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അതിൽ ഞാനിനി ഒരു കാര്യം ലേണിംഗ് ഉണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വളരെ കൂളായിട്ട് പണ്ടത്തെ പോലെ പ്രസംഗിക്കരുത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരുത്തു വന്നെങ്കിലും മന്ത്രിക്കെതിരെ അതിശക്തമായ നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ പ്രിയദർശിനി ജനകീയമായെങ്കിലും KSRTCക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക ബാധ്യത ചെറുതല്ല. മറുവശത്ത് പ്രൈവറ്റ് ബസ് വ്യവസായം തകർച്ചയിലേക്ക് പോകുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. അമൃത ന്യൂസ്, കൊച്ചി. PSCക്ക് വിവരാവകാശ കമ്മീഷൻ വീണ്ടും നോട്ടീസ് നൽകി. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ ഉത്തരസൂചിക ഉദ്യോഗാർത്ഥികൾക്ക് നൽകാത്തതിലാണ് നടപടി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത PSC നടപടിക്കെതിരെ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിരുന്നു. ആസൂത്രണ ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഉത്തരസൂചിക നൽകണമെന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാനാകില്ലെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് PSC മറുപടി നൽകിയിരുന്നു. കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു PSCയുടെ നിലപാട്. ഉദ്യോഗാർത്ഥികൾ വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ഉത്തരവ് നടപ്പാക്കാത്ത PSCക്കെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ വീണ്ടും PSCക്ക് നോട്ടീസ് നൽകിയത്. ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷയിലാണ് ഗുരുതര ക്രമക്കേട് നടന്നുവെന്ന ആരോപണമുള്ളത്. 100 മാർക്കുള്ള പരീക്ഷയിൽ 58 മാർക്കിനുള്ള 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് PSC റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. നിലവിൽ PSCയുടെ ആഭ്യന്തര വിജിലൻസും ക്രൈംബ്രാഞ്ചും കേസിൽ അന്വേഷണം നടത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CJP സമരത്തിലെ പോലീസ് നടപടിയും അയോധ്യ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തി ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. അയോധ്യ ക്രമക്കേടിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖർഗെ പറഞ്ഞു. ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു.
CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ സ്പീക്കർ രൂക്ഷമായി വിമർശിച്ചു. ലോക്സഭ ആദ്യം 2 മണിവരെയും പിന്നീട് ഇന്നത്തേക്കും പിരിഞ്ഞു. आप प्रश्नकाल चलाना चाहते हैं, मैं सबको पर्याप्त समय पर्याप्त अवसर दूंगा. രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദവും പ്രതിപക്ഷ പ്രതിഷേധവുമുണ്ടായി. അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നടപടികൾ തടസ്സപ്പെടുത്തി. സഭ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണെന്നും ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വിമർശിച്ചു. और बाकी जो मेंबर लोग ये नोटिस दिया हुआ है उनको मौका मिलना चाहिए. हर बार एलओपी का नाम से वो खड़े होकर के एक ही मुद्दे को दिन भर उठाते रहते हैं. രാമക്ഷേത്ര വിഷയത്തിലും CJP സമരത്തിലെ പോലീസ് നടപടിയിലും പാർലമെന്റിലെ ഇരുസഭകളിലും ചർച്ചയ്ക്ക് അനുമതി നൽകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി സഭയെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. गृहमंत्री या तो डर गए होंगे या तो उनको इस सदन को अपमान करना होगा, इसलिए वो नहीं आ रहे. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ NDA പാർലമെന്ററി പാർട്ടി യോഗവും മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ മുന്നണിയും യോഗം ചേർന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എഥനോൾ പെട്രോളിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തി. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം ഫിറോസ് ഷാ റോഡിൽ വെച്ച് സുരക്ഷാസേന തടഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും US-ൽ നിന്ന് എഥനോൾ വാങ്ങുന്നതും രാജ്യത്തെ E20 പെട്രോൾ വിതരണം അവസാനിപ്പിക്കണമെന്നും കേജ്രിവാൾ ആവശ്യപ്പെട്ടു. मोदी जी, ये मोदी जी का डिसीजन है, कैबिनेट का डिसीजन है. इसमें गडकरी साहब, हरदीप पुरी साहब, इन लोगों की किसी की नहीं चलती. ये निर्णय ये निर्णय जो है ये मोदी जी का है, कैबिनेट का है. और ये केवल और केवल ट्रंप के दबाव में किया जा रहा है, क्योंकि ट्रंप के दबाव को मोदी जी बर्दाश्त नहीं कर पा रहे. നാഡി തൃശയെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പ്രതിപക്ഷ നേതാവും DMK MLA-യുമായ ഉദയനിധി സ്റ്റാലിനെ 4 മണിക്കൂറിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു. ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് പോലീസിന് ഉത്തരവ് നൽകിയിരുന്നു. അന്വേഷണവുമായി എപ്പോൾ ആവശ്യപ്പെട്ടാലും സഹകരിക്കണമെന്ന് കോടതി ഉദയനിധിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച തഞ്ചാവൂരിൽ കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ യോഗത്തിനിടയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇറാൻ US സമാധാന ചർച്ചകളുടെ സാധ്യതകൾ കാറ്റിൽ പറത്തി ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. ഒന്നുകിൽ കരാറിലെത്തുക അല്ലെങ്കിൽ പൂർണ്ണമായും കീഴടങ്ങുക എന്ന് US പ്രസിഡന്റ് അന്ത്യശാസനം മുഴക്കി 24 മണിക്കൂർ പിന്നിടും മുമ്പാണ് ഒമാൻ തീരത്തിന് സമീപം ആക്രമണമുണ്ടായത്. UK-യുടെ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയാണ് വാർത്ത പുറത്തുവിട്ടത്. കരാറിലെത്താൻ ഇറാന് ലഭിക്കുന്ന അവസാന അവസരമാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെന്ന് ട്രംപ് വ്യക്തമാക്കിയെങ്കിലും അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാന്റെ വെളിപ്പെടുത്തൽ. ഒമാനുമായി ചില സംഭാഷണങ്ങൾ നടക്കുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. യുദ്ധം 23ാമത് ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെ നിരവധി തവണയാണ് US പ്രസിഡന്റിൽ നിന്ന് അന്ത്യശാസനം പുറത്തു വന്നിട്ടുള്ളത്. അതിനിടെ എണ്ണവിലയിൽ 3% വർധനവുണ്ടായിട്ടുണ്ട്. സമാധാന സമയത്ത് പ്രതിദിനം 100 കപ്പലുകൾ വരെ കടന്നു പോയിരുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ 3 എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ 6 ടാങ്കറുകളാണ് 24 മണിക്കൂറിനിടെ കടന്നുപോയത്. സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ച് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. അധികാരമുണ്ടെങ്കിൽ സർക്കാർ വഖഫ് ബോർഡ് പിരിച്ചുവിടട്ടെ എന്ന് KS ഹംസ. അങ്ങനെ ചെയ്താൽ നിയമപരമായും അല്ലാതെയും അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും. സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കും. PMA സലാം ഉൾപ്പെടെയുള്ളവർക്ക് എന്തും വിളിച്ചു പറയാമെന്നും എന്നാൽ അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പറഞ്ഞ കാര്യങ്ങളനുസരിച്ചാണ് കോടതി വിധി കൊടുക്കുക. കോടതി അതിനെ വ്യാഖ്യാനിക്കാനേ പറ്റൂ. ഇല്ലാത്ത നിയമം ഉണ്ടാക്കാൻ കോടതികൾ ഉണ്ടാക്കില്ലല്ലോ.
അതുകൊണ്ട് കോടതിയിൽ വിശ്വാസമുണ്ട്. സർക്കാരിനെ വെല്ലുവിളിക്കലല്ല, നിയമത്തിൻ്റെ നിയമം തരുന്ന ആനുകൂല്യത്തിന് വേണ്ടി ബന്ധപ്പെട്ട അപ്പലറ്റ് അതോറിറ്റികളുടെ മുമ്പിൽ ബെഗ് ചെയ്യും. അതാണ് ഈ ഡീലിപ്പോൾ ഏറെക്കുറെ പൊളിഞ്ഞ് അവസാനം അതൊരു ബൂമറാങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡീൽ അവനവൻ്റെ നേരെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡീലുകളും ഇപ്പോൾ ഓരോ ദിവസം തോറും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വസ്തുനിഷ്ഠമായി പറയണം, പഠിക്കണം. നമ്മളിപ്പോൾ സലാമിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ പണ്ട് ആ പാർട്ടി ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുക. സംസ്ഥാനത്ത് അധ്യയന വർഷം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴും വേതനം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക തൊഴിലാളികൾ. ദിവസേന വിദ്യാർത്ഥികൾക്കായി ഉച്ചഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യുന്ന ഇവർക്ക് സ്വന്തം കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ പോലും നിറവേറ്റാൻ കടം വാങ്ങേണ്ട സാഹചര്യമാണ്. പലരും വായ്പയും പലിശക്കടവും ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേതനം വൈകുന്നതോടെ വീട്ടുചെലവുകൾ, ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കുന്ന ഇവർക്ക് സ്വന്തം കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. അധ്യയന വർഷം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴും ജൂൺ മാസത്തെ ഓണറേറിയം പോലും ലഭിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. ശമ്പളം ലഭിക്കാത്തതോടെ കുടുംബച്ചെലവുകൾ താളം തെറ്റിയെന്നും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ കടവും വായ്പയും ആശ്രയിക്കേണ്ട സാഹചര്യമാണെന്നും അവർ പറയുന്നു. കടം മേടിച്ച് ചെയ്ത പൈസ പോലും ഇപ്പോൾ കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയില്ല. നമ്മൾ ഈ വാടക കൊടുക്കുന്നവരുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, അപ്പോൾ സുഖമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ മരുന്ന് മേടിക്കാനും വാടക കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. വേറെ ഒരു ആനുകൂല്യങ്ങളൊന്നും നമുക്കില്ല, ESA ഇല്ല, ഇതൊന്നും ഇല്ല. വേനലവധിക്കാലത്ത് ലഭിച്ച 2000 രൂപയുടെ അലവൻസാണ് കഴിഞ്ഞ 4 മാസത്തിനിടെ ലഭിച്ച ഏക സാമ്പത്തിക സഹായമെന്നും പാചക തൊഴിലാളികൾ പറയുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 1000 രൂപയുടെ പ്രത്യേക അലവൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. നിലവിൽ 150 കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ജോലിയുള്ള ദിവസങ്ങളിൽ 675 രൂപയാണ് വേതനം. എന്നാൽ പല സ്കൂളുകളിലും 500 കുട്ടികൾ വരെ ഒരേ ഒരു പാചക തൊഴിലാളിയെ ആശ്രയിച്ചാണ് ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് പോകുന്നത്. 250 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന മുൻ സർക്കാർ തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. കുട്ടികൾക്ക് ദിവസവും അന്നം വിളമ്പുന്നവരുടെ ജീവിതം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ കുടിശ്ശികയായ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്രയും വേഗം വിതരണം ചെയ്യാൻ സർക്കാർ ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ, ഓണത്തോടനുബന്ധിച്ച് 20 ദിവസത്തെ ബോണസ്, ഓഗസ്റ്റ് മാസത്തെ മുൻകൂർ ശമ്പളം എന്നിവയും അടിയന്തരമായി അനുവദിച്ചു കിട്ടണമെന്ന ആവശ്യവും പാചക തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു. അമൃത ന്യൂസ്, കൊല്ലം. കാസർകോട്ട് റീസർവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കരാർ ജീവനക്കാരെ ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട് സർക്കാർ. 4 മാസത്തെ ശമ്പളം നൽകാതെ 200ഓളം കരാർ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ജീവനക്കാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 4 മാസത്തെ ശമ്പളം കുടിശ്ശികയാക്കി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി നിയമിച്ച കരാർ ജീവനക്കാരെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ പിരിച്ചുവിടുകയായിരുന്നു. ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട നടപടി സംബന്ധിച്ച് ആരാഞ്ഞപ്പോൾ ഫണ്ടില്ലെന്ന മറുപടിയാണ് കാസർകോട്ടെ റീസർവേ കരാർ ജീവനക്കാർക്ക് ലഭിച്ചത്. സർക്കാർ തലത്തിൽ നിന്ന് അവർ പറയുന്നത് വെച്ചാൽ ഫണ്ടിന്റെ ലഭ്യതയില്ല, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് കടത്തിലാണ്, പിന്നെ ഫണ്ട് റേസ് ചെയ്യാനുള്ള സോഴ്സ് കാണുന്നില്ല. അത് മാത്രമല്ല ഇപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഓണത്തിന് മുമ്പേ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് മാസങ്ങൾ ഇങ്ങനെ പിന്നിട്ടു. മാർച്ച് മാസം മുതലുള്ള ശമ്പളം കുടിശ്ശികയാണ്. 20,000 രൂപ വീതം പ്രതിമാസം കരാർ ജീവനക്കാർക്ക് ലഭിച്ചിരുന്നു. വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ നിലവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എല്ലാവരും ഓരോരോ കഴിവിൻ്റെ മാക്സിമം ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. രാപകലില്ലാതെ കുന്നും മലയും എല്ലാം കയറി ഈ വെയിലും മഞ്ഞൊക്കെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിലായി റീസർവേ ജോലി ചെയ്തു വന്ന 200ഓളം കരാർ ജീവനക്കാരെയാണ് കാസർകോട്ട് പിരിച്ചുവിട്ടത്. മറ്റ് ജില്ലകളിലും ശമ്പളം നൽകാതെ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ ഇടുക്കി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 3 വാർഡുകളിലെ കർഷകരുടെ ഭൂമി തോട്ടമായി മാറി. 1 നൂറ്റാണ്ട് കൃഷിഭൂമി കൈവശം വെച്ച് കരമടച്ചിരുന്ന കർഷകർ ഇതോടെ പ്രതിസന്ധിയിലായി. ബാങ്ക് വായ്പ പോലും ഇവർക്ക് നിഷേധിക്കുകയാണ്. 1 നൂറ്റാണ്ടിലധികമായി കൃഷിഭൂമി കൈവശമുള്ളവരാണ് ഇടുക്കി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിൽ താമസിക്കുന്ന കർഷകർ. ഇതുവരെ ഇവരുടെ ഭൂമി കൃഷിഭൂമി എന്ന് രേഖപ്പെടുത്തിയാണ് കരം സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആനവിലാസം വില്ലേജിലെ ഡിജിറ്റൽ സർവേ പൂർത്തിയായപ്പോൾ കൃഷിഭൂമി തോട്ടമായി മാറി. ഇതോടെ വീട് നിർമ്മാണം, ബാങ്ക് വായ്പ, പുതിയ വൈദ്യുതി കണക്ഷൻ തുടങ്ങിയവയെല്ലാം മുടങ്ങി. 3, 4 തലമുറകളായി ഇവിടെ താമസിച്ച് കൃഷി ചെയ്തു വന്നിരുന്ന കുടുംബങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിലെ
കാലങ്ങളായ വാസ്തവ വസ്തു പുരയിടമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന വസ്തു ഡിജിറ്റൽ സർവേക്ക് ശേഷം ഇപ്പോൾ അത് കരമടച്ച് വരുമ്പോൾ എസ്റ്റേറ്റ് വക ഭൂമി എന്നാക്കി മാറ്റി വിടുന്ന ഒരു സ്ഥിതിയും കൂടെ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഈ മേഖലയിലെ കർഷകർ വളരെയേറെ ദുരിതം അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ്. ഒരു കാരണവശാലും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ മേഖലയിലെ ജനങ്ങൾ ഏറെ ദുരിതത്തിലേക്ക് പോകും. 3 സെന്റും 5 സെന്റുമൊക്കെ സ്ഥലമുള്ളവർ പോലും ഇപ്പോൾ തോട്ടം ഉടമകളാണ്. കൃഷിഭൂമി തോട്ടമായി മാറിയതോടെ സർക്കാരിന്റെ ഭവന പദ്ധതി പോലും ഈ 3 വാർഡുകളിൽ ഇനി നടക്കില്ല. ഭൂമി കൈമാറ്റവും ഇതോടെ പ്രതിസന്ധിയിലായി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കാസർഗോഡ് ജില്ലയിൽ വിവിധ ബ്രാൻഡുകളിലുള്ള അരിയുടെ വില കിലോയ്ക്ക് 4 രൂപ വരെ വർദ്ധിക്കുമെന്ന് മൊത്ത വ്യാപാരികൾ. പുതിയ ലോഡ് അരി എത്തുന്നതോടെ 2 ദിവസത്തിനകം വില കൂടും. അതേസമയം മഞ്ചേശ്വരത്തെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഒരാഴ്ച മുമ്പ് അരിക്ക് 2 രൂപ വർദ്ധിച്ചു. ജില്ലയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ കാഞ്ഞങ്ങാടും കാസർഗോഡും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദിവസങ്ങൾക്കകം അരിവില ഉയരുമെന്ന സൂചനകളാണ് വ്യാപാരികൾ നൽകുന്നത്. മൊത്ത വിൽപ്പനക്കാർ പഴയ സ്റ്റോക്ക് അരി വില കൂട്ടാതെയാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ 2 ദിവസത്തിനകം പുതിയ ലോഡ് അരി എത്തുന്നതോടെ വിവിധ ബ്രാൻഡുകളുടെ വില 4 രൂപ വരെ വർദ്ധിക്കുമെന്ന് മൊത്ത വ്യാപാരികൾ വ്യക്തമാക്കി. പാലക്കാട് മട്ട ഇന്നലെ മുതൽ അവർ 4 രൂപ കൂട്ടി, ഇനി വരാനിരിക്കുന്ന 4 രൂപ കൂട്ടിയിട്ടാണെന്ന് അവർ പറയുന്നു. അതേപോലെ ആന്ധ്രജയ അതും 3 രൂപ 1 കിലോൻ്റെ മുകളിൽ അധികമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഓർഡർ മേടിക്കുന്നത്. അതേസമയം കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചേശ്വരം, കുമ്പള എന്നിവിടങ്ങളിൽ അരിക്ക് 2 രൂപ വർദ്ധിച്ച് ഒരാഴ്ച പിന്നിട്ടതായി വ്യാപാരികൾ പറഞ്ഞു. കിലോവിന് 45 രൂപയുണ്ടായിരുന്ന അരിക്ക് 50 രൂപ വരെ മഞ്ചേശ്വരത്ത് ഈടാക്കുന്നു. അരി വില 50 രൂപയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 രൂപ കൂടിയതാണ്. എല്ലാത്തിനും ഇങ്ങനെ കൂടിക്കണമെന്നുണ്ട്. പയർവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെ. സന്തോഷ് 50, ജാ 50, മാറാണി 48. വില വർധനവിന്റെ കാര്യം ചർച്ചയായി മാറുമ്പോൾ മലയാളികൾ കൂടുതലായി ഉപയോഗിക്കാത്ത കർണാടക അരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗിഡ്ഡ അരിക്ക് നിലവിൽ കിലോവിന് 55 രൂപ വിലയുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലയായ കാസർഗോട്ടും അരിവില ഉയരുമെന്ന സൂചനകളാണ് വ്യാപാരികൾ നൽകുന്നത്. ജയ, മട്ട തുടങ്ങിയ ബ്രാൻഡുകൾക്ക് 4 മുതൽ 3 രൂപ വരെ വില കൂടുമെന്നാണ് ഹോൾസെയിൽ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. തൃക്കാക്കര സഹകരണ ആശുപത്രിയോട് ചേർന്ന മാലിന്യ കൂമ്പാരം മൂലം പൊറുതിമുട്ടി രോഗികൾ. മെട്രോ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങളും നഗരസഭയിലെ ഭക്ഷണാവശിഷ്ടങ്ങളും തള്ളുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം മലിനജലം ആശുപത്രി മുറ്റത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. 4.5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതാണ് തൃക്കാക്കര സഹകരണ ആശുപത്രിയോട് ചേർന്ന മാലിന്യ കൂമ്പാരം. അവിടെയാണ് മെട്രോ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ തള്ളുന്നത്. എന്നാൽ അശാസ്ത്രീയമായ ഈ നടപടി സ്വാഭാവികമായി ഇവിടെ ഉണ്ടായിരുന്ന കനാലിനെ മൂടിക്കളഞ്ഞു. ഇതോടെ ബ്രഹ്മപുരത്തിന് സമാനമായി മാറി ഈ പ്രദേശം. നഗരസഭയുടെ ഭക്ഷണാവശിഷ്ടങ്ങളും താൽക്കാലികമായി നിക്ഷേപിക്കുന്നത് ഇവിടെയാണ്. ഇതോടെ പ്രശ്നം കൂടുതൽ ഗുരുതരമായി. മഴക്കാലമായതോടെ മലിനജലം കെട്ടിനിന്ന ആശുപത്രിയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം മലിനജലം ആശുപത്രി മുറ്റത്തേക്കും ഒഴുകിയെത്തി. പലതരം രോഗങ്ങൾ പെരുകാൻ കാരണമാകുന്നതാണ് ഈ വെള്ളം. മെട്രോ ഡ്രില്ല് ചെയ്യുന്ന വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിടാനായിട്ട് കളക്ടർ അനുവാദം കൊടുത്തതിനെ തുടർന്ന് വളരെ ഹരിതാപമായിരുന്ന ഈ സ്ഥലം മുഴുവൻ നശിച്ചു പോവുകയും വളരെ രൂക്ഷമായ ദുർഗന്ധം ഇവിടെ വരുന്ന ആളുകളെയും രോഗികളെയും നമ്മുടെ ഡോക്ടർമാർക്കൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുന്നുകളൊക്കെ ലെവൽ ചെയ്തിട്ട് നല്ല മണ്ണ് അതിൻ്റെ മേൽ വിരിച്ചാൽ മാത്രമേ ഇവിടെ ഈ പ്രശ്നം പരിഹാരമാവുകയുള്ളൂ. നിരവധി തവണ ആശുപത്രി അധികൃതർ പരാതികൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇപ്പോഴത്തെ മാലിന്യ കൂമ്പാരത്തിന് കീഴിൽ പഴയ കനാലുണ്ട്. അതിലൂടെയാണ് നേരത്തെ തൃക്കാക്കര ഭാഗത്തെ മലിനജലം മുഴുവൻ ഒഴുകിപ്പോയിരുന്നത്. ഇവിടുത്തെ നാച്ചുറൽ ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്തതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം. അത് പുനഃസ്ഥാപിക്കുകയാണിത്. ഉടനെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. ഈ പ്ലാസ്റ്റിക് കിടക്കുന്നതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലീച്ചേറ്റാണ് ഈ ദുർഗന്ധത്തിന് വളരെയധികം കാരണമായിട്ടുള്ളത്. ദുർഗന്ധം കാരണം ആശുപത്രിക്ക് അകത്തോ മുറ്റത്തോ പരിസരത്തോ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രോഗികൾ താമസിക്കുന്ന പല മുറികളിലും വെന്റിലേഷൻ അടക്കേണ്ടി വരുന്നു. ദിവസേന 100 കണക്കിന് രോഗികൾ വരുന്ന ഇടമാണ് തൃക്കാക്കര സഹകരണ ആശുപത്രി. ഇവിടേക്ക് മൂക്കും പൊത്തി വന്ന് പുതിയ രോഗവും കൊണ്ട് തിരികെ പോകേണ്ട അവസ്ഥയാണിപ്പോൾ. അശാസ്ത്രീയമായ തീരുമാനവും അത് നടപ്പിലാക്കാൻ കൃത്യമായ മേൽനോട്ടവും ഇല്ലാതിരുന്നതാണ് ഇത്ര വലിയ മാലിന്യ കൂമ്പാരം ഇവിടെ രൂപപ്പെടാൻ കാരണം. അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോ ഇവിടുത്തെ പാവങ്ങളായ രോഗികളും. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.
കൊല്ലം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ കടലാക്രമണം അതിരൂക്ഷമായി തുടരുന്നു. വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായ കൊല്ലം ബീച്ചിൽ കടൽഭിത്തിയും ഇരിപ്പിടങ്ങളും ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ സുരക്ഷാ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം ശക്തമാക്കി. കൊല്ലം തീരദേശത്ത് കടലാക്രമണം ദിനംപ്രതി ശക്തമാവുകയാണ്. തീരദേശത്തെ നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായ കൊല്ലം ബീച്ചിലും കടലിന്റെ പ്രഹരം രൂക്ഷമാണ്. ശക്തമായ തിരമാലകളിൽ ബീച്ചിലെ കടൽഭിത്തിയുടെ ഭാഗങ്ങൾ തകർന്നതോടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരുന്ന ഇരിപ്പിടങ്ങളും കടലെടുത്ത് നശിച്ചു. ഓരോ ദിവസവും തിരമാലകളുടെ ശക്തി വർദ്ധിക്കുന്നതിനിടെ ഏകദേശം 60 മീറ്ററോളം ബീച്ച് കടൽ വിഴുങ്ങി. അപകടമാണ്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ആ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ബാരിക്കേഡ് കാര്യങ്ങൾ, ഒരു കാല് നനയ്ക്കാൻ പോലുള്ള ഒരു കാര്യങ്ങളുമില്ല. ഇത് കടൽ ഭിത്തി കെട്ടി പണ്ടേ സംരക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു ഈ കാര്യം. അപ്പോൾ ആർക്കും ഒരു കാര്യത്തിനൊന്നും പറ്റത്തില്ല. നോക്കിയാൽ ഒരു കിണറിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവസ്ഥയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ബീച്ചിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലം ബീച്ചിലെ മുഴുവൻ കച്ചവട പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. കടൽക്ഷോഭം രൂക്ഷമായ മേഖലകളിലേക്ക് സഞ്ചാരികൾ ഇറങ്ങാതിരിക്കാൻ കയർകെട്ടി നിയന്ത്രണം ഏർപ്പെടുത്തി. ലൈഫ് ഗാർഡുമാർ സ്ഥലത്ത് നിരന്തരം ജാഗ്രത പാലിച്ച് സന്ദർശകരെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുന്നുണ്ട്. കടൽ ശക്തമായി കയറി ഏതാണ്ട് ഒരു 25-30 മീറ്ററോളം നമ്മുടെ ബീച്ച് ഇപ്പോൾ എടുത്തു പോയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി മുതൽ ആ ശനിയാഴ്ച വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം ഈ ഇന്നലെയും ഇന്നും കടൽക്ഷോഭം ഇത്തിരി കുറവായതുകൊണ്ട് ആ എടുത്ത ഭാഗം വരെ ഇങ്ങനെ നിൽക്കുകയാണ്. കടൽക്ഷോഭം കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലം ബീച്ച് ഇല്ലാതായി പോകും. അത് 100% ഉറപ്പിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ റോഡും ഈ ബീച്ചുമായിട്ട് എത്ര മീറ്റർ വ്യത്യാസമുണ്ട്? കൂടി വന്നാൽ ഒരു 30-35 മീറ്ററോളം വ്യത്യാസമേ ഉള്ളൂ. പണ്ടെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അടുത്തോളം നമ്മൾ റോഡിൽ നിന്ന് ബീച്ചിലേക്ക് വരുന്ന 1 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ബീച്ച് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കൊല്ലം ബീച്ചിൻ്റെ ഏറ്റവും വലിയൊരു ദുരവസ്ഥ ഇത് തന്നെയാണ്. കടൽക്ഷോഭം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി കൊല്ലം ബീച്ച് നാമാവശമായി പോകത്തേ ഉള്ളൂ. കൊല്ലം ബീച്ച് ഇല്ലാതായി പോവുകയാണ്. കൊല്ലം ബീച്ചിലെ കടൽക്ഷോഭം മുൻനിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കും കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത തുടരണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കൊല്ലം. സ്പോർട്സ് വാർത്തകളിലേക്ക് വന്നാൽ ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം കൊളംബോയിലെത്തി. 2 ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്ക് മുമ്പായി 3 ദിവസത്തെ സന്നാഹ മത്സരവും നടക്കും. ഓഗസ്റ്റ് 15 മുതൽ 19 വരെ ഗാൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ കൊളംബോയിലെ SSC ഗ്രൗണ്ടിലുമായാണ് ടെസ്റ്റ് പരമ്പര നടക്കുന്നത്. മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് വിശ്രമം അനുവദിച്ച പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ജമ്മുകശ്മീർ പേസർ ആക്കിബ് നബിയെ ടീമിൽ ഉൾപ്പെടുത്തി. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ നിർണായകമായ ഈ പരമ്പരയിൽ മികച്ച ജയം സ്വന്തമാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ.